പത്തനംതിട്ട തിരുവല്ലയിലെ CPIM വിഭാഗീയതയിൽ അടിയന്തര ഇടപെടലുമായി നേതൃത്വം. ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും നാളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്താനാകാതെ പിരിച്ചുവിട്ടിരുന്നു. ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, തിരുവല്ലയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ കുറെ കൂടി രൂക്ഷമാണ്. അവിടെ ഈ പ്രവർത്തന റിപ്പോർട്ട് പ്രതിനിധികൾക്ക് നൽകിയത് തിരികെ വാങ്ങുന്ന സാഹചര്യമുണ്ടായി. വളരെ മോശം പരാമർശങ്ങൾ, മോശം സംഭവങ്ങളിന്മേലുള്ള ആരോപണങ്ങൾ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായി തിരുവല്ലയിൽ നടക്കുന്നു. ഒരുപക്ഷെ തിരുവല്ലയിൽ മാത്രമാണ്, ഈ ടൗൺ നോർത്തിൽ മാത്രമാണ് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന സാഹചര്യമുള്ളത്. ഈ പ്രശ്നം കൂടുതൽ വഷളാവുകയാണോ ശ്രീജിത്ത്? തീർച്ചയായും ഗോപികൃഷ്ണൻ, പ്രശ്നം വഷളാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിലപാടുമായി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഉൾപ്പെടെ ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് രാവിലെ നൽകിയിരുന്നു. അതിൽ പീഡനക്കേസ് പ്രതിയായ CC സജിമോനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെതിരെ അടക്കം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് CC സജിമോനെ അനുകൂലിക്കുന്നവരാണ്. അവരെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു ആവശ്യം സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പലരും ഈ തിരുവല്ലയിലെ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നെന്ന ആക്ഷേപമാണ് ഉയർന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നോർത്ത് സമ്മേളനം നിർത്തിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായത്. എന്തായാലും ഈ സമ്മേളനം നടത്താതെ തിരുവല്ല ഏരിയ സമ്മേളനം നടത്താനാകില്ല. ഇപ്പോൾ ഒരു അനുനയ ചർച്ച എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു തന്നെയാണ് ഈ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത്. ഇന്ന് രാവിലെ ഈ വാർത്തകൾ പുറത്തു വന്നതോടുകൂടി അടിയന്തരമായി തന്നെ നാളെ രാവിലെ 10 മണിയോടുകൂടി ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും, തിരുവല്ലയിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും, അതുകൂടാതെ ഈ പറയുന്ന ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും അവിടേക്ക് എത്താൻ, പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. അതിലൊരു സമവായം ഉണ്ടായില്ലെങ്കിൽ ഈ കമ്മിറ്റി തന്നെ ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം ശ്രമം തുടങ്ങിയിരിക്കുന്നത്. അല്ലാതെ മറ്റു തരത്തിൽ ഏരിയ സമ്മേളനം നടത്താനാകാത്ത ഒരു സാഹചര്യം ആ മേഖലയിൽ നിലവിലുണ്ട്. എന്തായാലും വിഷയത്തിന്റെ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് നാളെ രാവിലെ എല്ലാവരോടും, ഏരിയ കമ്മിറ്റി അംഗങ്ങളോടും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വിഭാഗീയത തീരാതെ തന്നെ തുടരുന്ന തിരുവല്ലയിൽ നേതൃത്വത്തിന് അതൊരു വലിയ തലവേദനയും പൊല്ലാപ്പുമായി മാറുന്ന സാഹചര്യമാണ്. ശ്രീകുമാരൻ ആണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.